നമുക്ക് 8ാം ക്ലാസ്സിന്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നാഥാൻ പ്രവാചകനോട് ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. അതിന്റെ ഉത്തരം, ദേവാലയ ആരാധനയ്ക്ക് ദാവീദ് രാജാവ് കീർത്തനങ്ങൾ തയ്യാറാക്കിയത് നാഥാൻ പ്രവാചകന്റെ പ്രേരണയാലാണ് എന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, മരിച്ച് അടക്കപ്പെട്ട ശേഷം ആ കല്ലറയിൽ വീണ മൃതദേഹം ജീവിച്ച സംഭവം ഏത് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത്? എലീശ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളത്. മൂന്നാമത്തെ ചോദ്യം, ശലോമോൻ ജ്ഞാനിയായ രാജാവായിരുന്നു, എന്നാൽ ദൈവം പിൽക്കാലത്ത് ശലോമോനെ ഉപേക്ഷിക്കുവാൻ പ്രധാന കാരണം എന്താണ്? ദൈവം ദാവീദ് രാജാവുമായി ഉണ്ടാക്കിയ ഉടമ്പടി ശലോമോൻ പാലിച്ചില്ല എന്നതാണ് അതിന്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം, യെരൂശലേമിന്റെ നാശം സുനിശ്ചിതമെന്ന് പ്രവചനമുണ്ടായിട്ടും യഹോവയുടെ വഴി തിരഞ്ഞെടുത്ത് നാശത്തിൽ നിന്നും രക്ഷപ്പെട്ട രാജാവ് ആര്? യോശിയാവാണ് അതിന്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, യൂദ ഇസ്കരിയോത്താവിന് പകരം ശിഷ്യന്മാരുടെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ? മത്യാസ് ആണ് അതിന്റെ ഉത്തരം. ഇനി ആറാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ പെന്തിക്കോസ്തിയോട് ബന്ധപ്പെടാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. കർത്താവിന്റെ ഉയർപ്പിനെ സ്മരിക്കുവാൻ ആചരിക്കുന്ന പെരുന്നാളാണ് എന്നതാണ് പെന്തിക്കോസ്തിയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന. ഏഴാമത്തെ ചോദ്യം, ആദിമസഭയുടെ ഒന്നാമത്തെ മുഖമുദ്രയായി കണക്കാക്കുന്നത് എന്ത്? അപ്പോസ്തോലിക അധികാരമാണ് ആദിമസഭയുടെ ഒന്നാമത്തെ മുഖമുദ്രയായിട്ട് കണക്കാക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, വിജാതീയരിൽ നിന്നും ക്രിസ്ത്യാനികളാകുന്നവർ യഹൂദ മര്യാദകൾ പാലിച്ച് ജീവിക്കണമെന്ന് നിർബന്ധിക്കേണ്ട എന്ന് തീരുമാനിച്ച സുന്നഹദോസ് ഏത്? യെരൂശലേം സുന്നഹദോസ് ആണ് സുന്നഹദോസ്. ഇനി പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ. ഒൻപതാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയുടെ ഒന്നാമത്തെ മുൻകുറിയായി കരുതപ്പെടുന്നത് ഡാഷാണ്. ഏദനിലെ കനിയാണ് അതിന്റെ ഉത്തരം. പത്താമത്തെ ചോദ്യം, വിശുദ്ധ മാമോദീസായിൽ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്ന ശുശ്രൂഷ ഡാഷാണ്. മൂറോൻ അഭിഷേകമാണ് പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്ന ശുശ്രൂഷ. ഇനി വാക്യം പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ് 11ാമത്തേത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 12ാമത്തെ ചോദ്യം, ഏലിയ എന്ന വാക്കിന്റെ അർത്ഥം ഡാഷാണ്. യഹോവ എന്റെ ദൈവം എന്നാണ് ഏലിയ എന്ന വാക്കിന്റെ അർത്ഥം. 13ാമത്തെ ചോദ്യം, യെശയ്യാവിന്റെ നാവിനെ ശുദ്ധീകരിച്ച തീക്കനൽ ഡാഷിനെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒറ്റ വാചകത്തിൽ കവിയാതെ ഉത്തരം എഴുതാനുള്ള ചോദ്യം. 14ാമത്തെ ചോദ്യം, നിന്റെ ഭക്തനായ ദാവീദിനെ ഓർത്ത് നിന്റെ അഭിഷിക്തന്റെ നേരെ മുഖം തിരിച്ചു കളയാതിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ഗീതത്തിന്റെ പ്രാരംഭ വരി എഴുതുക. അത് കേൾക്കുമ്പോഴേ അറിയാലേ, നിന്നെ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലം എന്ന ഗീതത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വരികൾ ഉള്ള ഗീതം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും എന്ന് തുടങ്ങിയാണ് ആ ഗീതം ആരംഭിക്കുക അല്ലെ. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. ഇനി 15ാമത്തെ ചോദ്യം, ബാറക്കിമോർ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? കർത്താവെ വാഴ്ത്തേണമേ എന്നാണ് ബാറക്കിമോർ എന്ന വാക്കിന്റെ അർത്ഥം. 16ാമത്തെ ചോദ്യം, അപ്പോസ്തോലിക പിതാക്കന്മാരുടെ രചനകളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എഴുതുക. ക്രിസ്തീയ ജീവിത രീതികൾ, ആരാധനാ ക്രമീകരണങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, സഭയ്ക്കെതിരായ പീഡനങ്ങളിൽ സഭാമക്കളെ ധൈര്യപ്പെടുത്തുക, സത്യവിശ്വാസത്തിൽ സഭയെ ഉറപ്പിക്കുക, യഹൂദന്മാരിൽ നിന്ന് നേരിടുന്ന പ്രതിബന്ധങ്ങളെ പ്രതിരോധിക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു അപ്പോസ്തോലിക പിതാക്കന്മാരുടെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതിയാവും കേട്ടോ. ഇനി 17ാമത്തെ ചോദ്യം, മാമോദീസ ശുശ്രൂഷയിലെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് എങ്ങനെ? ക്രിസ്തുവിലുള്ള വിശ്വാസം മുതിർന്ന ആളെങ്കിൽ ആ വ്യക്തിയും ശിശുക്കളെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മധ്യസ്ഥനും ഏറ്റുപറയുന്നു. അതിനുശേഷം സമൂഹം ഒന്നാകെ നിഖ്യാവിശ്വാസ പ്രമാണം ചൊല്ലിയാണ് വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയുന്നത്. ഇനി 18ാമത്തെ ചോദ്യം, മാർ ഗ്രിഗോറിയോസ് എഗെയിൻസ്റ്റ് ജൂലിയൻ എന്ന കൃതി രചിച്ചതിന്റെ സാഹചര്യം എന്തായിരുന്നു? നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസും ജൂലിയനും സഹപാഠികളായിരുന്നു. എന്നാൽ പിന്നീട് വിദ്യാഭ്യാസ അനന്തരം ജൂലിയൻ ചക്രവർത്തിയായി മാറുകയും ഗ്രിഗോറിയോസ് ബിഷപ്പായി തിരുമേനിയായി മാറുകയും ചെയ്തു. ജൂലിയൻ ചക്രവർത്തി ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹിതനായിരുന്ന ചക്രവർത്തിക്കെതിരെ എഗെയിൻസ്റ്റ് ജൂലിയൻ എന്ന കൃതി ഗ്രിഗോറിയോസ് രചിക്കുകയും ഇത്തരത്തിലുള്ള അപക്വമതികളായ ചക്രവർത്തിമാരുടെ ഭരണത്തെ ക്രിസ്തീയ വിശ്വാസം അതിജീവിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. ഈ 2-3 വാചകത്തിന് ഉത്തരം എഴുതാനുള്ള ചോദ്യം, ഒരു പൗരൻ രാഷ്ട്രത്തിന് ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ചെയ്തിരിക്കണം എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചിരുന്ന ഒരു ഉദാഹരണം എഴുതുക. കരം പിരിക്കുന്നവർ യേശുവിന്റെ ശിഷ്യനായ പത്രോസിനെ സമീപിക്കുകയും നിങ്ങളുടെ ഗുരു കരം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. താൻ അതിൽ നിന്നും ഒഴിവുള്ളവനാണ് എന്ന് ക്രിസ്തു പത്രോസിനെ ബോധ്യപ്പെടുത്തിയ ശേഷം കടലിൽ പോയി ചൂണ്ടയിട്ട് അതിന്റെ വായിൽ നിന്നും കിട്ടുന്ന നാണയം എടുത്ത്
തനിക്കും പത്രോസിനും വേണ്ടി കരം കൊടുക്കുവാൻ യേശു കൽപ്പിച്ചു. അങ്ങനെ പത്രോസ് അപ്രകാരം ചെയ്ത് പൗരധർമ്മം നിർവഹിച്ചതായിട്ട് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു സംഭവമാണ് ഒരു പൗരൻ രാഷ്ട്രത്തിന് ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണമെന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഉദാഹരണം. ഇനി 20ാമത്തെ ചോദ്യം, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ് ക്രൈസ്തവ ലോകത്തിന് നൽകിയ സംഭാവനകൾ ചുരുക്കമായി എഴുതുക. AD 381 കുസ്തന്തീനോസ് പോലീസ് സുന്നഹദോസിലെ അധ്യക്ഷത വഹിച്ചത് നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ് ആണ്. വിശ്വാസ പ്രമാണത്തിന്റെ 3ാം ഖണ്ഡിക രൂപപ്പെടുത്തുന്നതിൽ സാരമായ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. കുറച്ചുനാൾ കുസ്തന്തീനോ പോലീസിലെ ബിഷപ്പായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. സത്യവിശ്വാസ സംരക്ഷണത്തിൽ എതിരാളികളിൽ നിന്നും ശാരീരിക പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വിശുദ്ധ തൃത്വം, പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട്, നിത്യത ഇവയെപ്പറ്റിയെല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. ദൈവശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ ആദരിച്ച് AD 451 കൽക്കത്തോൻ സുന്നഹദോസിൽ അദ്ദേഹത്തെ ദൈവശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ തെയോലോഗോസ് എന്ന പേര് നൽകി ആദരിച്ചു. ഇനി അടുത്ത ചോദ്യം, യൂദയ്ക്ക് പകരം മത്യാസിനെ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? യൂദയ്ക്ക് പകരം മത്യാസിനെ തിരഞ്ഞെടുത്തപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പായിരുന്നില്ല. സഭയുടെ അടിസ്ഥാനം കർത്താവിന്റെ പുനരുത്ഥാനമായിരുന്നതുകൊണ്ട് ആ പുനരുത്ഥാനത്തിന്റെ ഉത്തമ സാക്ഷിയായി ഭയരഹിതരായി നിലകൊള്ളുക എന്നതായിരുന്നു അപ്പോസ്തോലിക ധർമ്മം. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ നിബന്ധനകളും മാനദണ്ഡങ്ങളും ഒക്കെ അവർ വെച്ചു. മാനദണ്ഡം എന്ന് പറയുന്നത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന യോഹന്നാന്റെ സ്നാനം മുതൽ കർത്താവിന്റെ സ്വർഗാരോഹണം വരെയുള്ള മനുഷ്യാവതാര കാലഘട്ടത്തിൽ ബാക്കി 11 അപ്പോസ്തലന്മാരോടും ഒപ്പം സഞ്ചരിച്ച ഒരുവനായിരിക്കണം പുതിയ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതായത് ദൈവം മനുഷ്യാവതാരം ചെയ്തു എന്നും ഒരു പൂർണ്ണ മനുഷ്യനായി ജീവിച്ചു എന്നും സാക്ഷ്യമുള്ള ഒരുവന് മാത്രമേ അവന്റെ പുനരുത്ഥാനത്തിനും സാക്ഷിയാകുവാൻ സാധ്യമാകൂ എന്നതായിരുന്നു അവരുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന ബോധ്യത്തിൽ നിന്നുമാണ് 2 പേരെ അവർ കണ്ടുപിടിച്ചത്. യോസഫും മത്യാസുമായിരുന്നു ആ 2 പേരുണ്ടായിരുന്നത് കൊണ്ട് 2 പേരുകളും എഴുതി ദൈവസന്നിധിയിൽ പ്രാർത്ഥന സമർപ്പിച്ച് അവർക്ക് ചീട്ടിട്ടു. ഈ തെരഞ്ഞെടുപ്പ് മാനുഷികമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുതിയ അപ്പോസ്തലൻ എന്ന് ആഴത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. ചീട്ട് മത്യാസിന് വീഴുകയും അങ്ങനെ 12ാമനായിട്ട് മത്യാസ് ഗണത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു. ഇനിയും 22ാമത്തെ ചോദ്യം, പെന്തിക്കോസ്തി പെരുന്നാളിൽ വിശുദ്ധ പത്രോസ് ശ്ലീഹ നടത്തിയ പ്രസംഗത്തിന്റെ സാരാംശം എന്തായിരുന്നു? 2 കാര്യങ്ങളായിരുന്നു അന്നത്തെ പത്രോസിന്റെ പ്രസംഗത്തിന്റെ കാതൽ. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ വരവ് പഴയ നിയമ പ്രവാചകന്മാർ മുതൽ മുൻകൂട്ടി സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്നതായിരുന്നു. രണ്ടാമത്തേത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയാണ് ചെയ്തത്. അതിനാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ പത്രോസ് ജനത്തെ ഉദ്ബോധിപ്പിച്ചു. 23ാമത്തെ ചോദ്യം, ഇസ്രയേൽക്കാർക്ക് മരുഭൂമിയിൽ ലഭിച്ച മന്നയും വിശുദ്ധ കുർബാനയും താരതമ്യപ്പെടുത്തുക. ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്നും വിടുവിച്ച് ദീർഘകാലം യാത്ര ചെയ്ത മോശ ഏലീമിനും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ എത്തിയപ്പോൾ ജനം പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി. അന്ന് അവിടെ വെച്ച് യഹോവയായ ദൈവം അവർക്ക് കൊടുത്ത ഭക്ഷണമാണ് മന്ന. രാവിലെ ഉണർന്നെഴുന്നേറ്റ് ജനം ഈ പുതിയ വസ്തു കണ്ട് ആശ്ചര്യപ്പെട്ടപ്പോൾ മോശ അവരോട് പറഞ്ഞത്, ഇത് ദൈവം നിങ്ങൾക്ക് അയച്ചു തന്ന സ്വർഗീയ അപ്പമാണ് എന്നുള്ളതാണ്. അതാത് ദിവസത്തേക്കിനുള്ള മന്ന അവർക്ക് ലഭിച്ചു. കൂടുതൽ ശേഖരിച്ചു വെക്കുവാനായിട്ട് ശ്രമിച്ചവര് അതിൽ നിരാശരാവുകയാണ് ഉണ്ടായത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുതമ്പുരാൻ അരുളി ചെയ്തത്, മോശ നൽകിയതിനേക്കാൾ ശ്രേഷ്ഠമായ അപ്പം താൻ നൽകിയെന്നതാണ്. അതായത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന യേശു തന്നെയാണ് യഥാർത്ഥ മന്ന. തന്റെ ശരീരം ഭക്ഷിക്കുകയും തന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവന് അവകാശിയാകുമെന്നും താൻ അവരെ അവസാന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും യേശു അരുളി ചെയ്തു. അങ്ങനെ യേശുവിന്റെ 2ാമത്തെ വരവ് വരെ യേശുവിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിശുദ്ധ കുർബാന. അതിലൂടെ നമ്മൾ യേശുവിന്റെ ശരീരവും രക്തവും അനുഭവിക്കുന്നു. ഇനി പ്രാർത്ഥനാ ഗീതം എന്ന ഭാഗത്തിലെ ചോദ്യം, 24ാമത്തെ ചോദ്യം, 4ാം സങ്കീർത്തനത്തിൽ നിന്നും ലഭിക്കുന്ന ആത്മീയ പാഠങ്ങൾ എന്തൊക്കെയാണ്? 1, പ്രതിസന്ധികളിൽ കർത്താവിൽ ആശ്രയിക്കണം. 2, ഭക്തൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ്. 3, കിടക്കയിലുള്ള ധ്യാനത്തിന് പ്രാധാന്യമുണ്ട്. 4, വ്യർത്ഥമായ സ്നേഹത്തിലും വ്യാജ അന്വേഷണത്തിലും നിലനിൽപ്പില്ല. 5, ദൈവം നൽകുന്ന മുഖപ്രകാശം ഭക്തർക്ക് ലഭിക്കും. 6, സമാധാനത്തോടെയുള്ള ഉറക്കം തരുന്നതും ഭയത്തെ ദൂരീകരിക്കുന്നതും കർത്താവാണ്. 25ാമത് ഗീതം പൂർത്തിയാക്കാനുള്ള ചോദ്യം, എന്റെ ശരീരം ഭക്ഷിച്ച് മുതൽ തന്നരുൾ ഇന്ന് മഹത്വം വരെയുള്ള ഭാഗം. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ രംഗത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താ
തന്നരുളിന്നു മഹത്വം. ഇത്രയുമാണ് ഗീതത്തിന്റെ ഭാഗത്തിൽ പൂരിപ്പിക്കേണ്ടത്. 26ാമത്തെ ചോദ്യം, മരമതിനുയരെ കർത്താവെ എന്ന ഗീതത്തിന്റെ അർത്ഥം വിശദീകരിക്കുക. കർത്താവെ, മരത്തിന് മുകളിൽ വെച്ച് കള്ളന് ലഭിച്ച വരം തൃത്വവിശ്വാസികളായി മരിച്ച എല്ലാവരും പ്രാപിക്കുമാറാകണമേ എന്നതാണ് ഈ ഗീതത്തിന്റെ അർത്ഥം. ഇനി 27ാമത്തെ ചോദ്യം, സൂത്താറ നമസ്കാരത്തിന്റെ ഭാഗമായി തന്നിരിക്കുന്ന പ്രാർത്ഥന പൂരിപ്പിക്കുക. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യമക്കളെ, നിങ്ങൾ എത്രത്തോളം എന്റെ ബഹുമാനത്തെ മറയ്ക്കുകയും വ്യർത്ഥത്തെ സ്നേഹിക്കുകയും വ്യാജത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവിൻ. ഞാൻ യഹോവയെ വിളിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. ഇത്രയുമാണ് പ്രാർത്ഥനയുടെ ഭാഗത്ത് എഴുതേണ്ടത്. 28ഉം 29ഉം ചോദ്യങ്ങൾ ഒരു പേജിൽ കവിയാതെ ഉപന്യസിക്കാനുള്ള ചോദ്യമാണ്. 28 നോമ്പ് ശരിയായി അനുഷ്ഠിക്കുന്നത് എങ്ങനെയെന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക. നോമ്പിലെ നമസ്കാരക്രമം എന്ന 12ാമത്തെ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ആരാധനയ്ക്ക് നോമ്പിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന സഭയാണ് ഓർത്തഡോക്സ് സഭ. നോമ്പ് എന്ന് പറയുന്നത് ചില ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലൂടെ ദൈവസംസർഗത്തെ ശക്തിപ്പെടുത്തുകയും ദൈവ സാദൃശ്യത്തിലേക്കുള്ള വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോവുകയില്ല എന്ന് നമ്മളെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് പിശാചിന്റെ പരീക്ഷയെ ജയിക്കുവാനായിട്ട് ഉപവാസത്തിന്റെ അനിവാര്യത, നോമ്പിന്റെയും ഉപവാസത്തിന്റെയും അനിവാര്യത ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നോമ്പിനെ ഉപവാസത്തെയും സാത്താൻ ഭയപ്പെടുന്നുണ്ട്. അവന്റെ പ്രേരണകൾ നോമ്പും ഉപവാസവും എടുക്കുന്നവരുടെ അടുത്ത് ഫലിക്കുകയില്ല. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് 40 ദിവസത്തെ ഉപവാസത്തിന്റെ ശക്തിയാൽ സാത്താനെ ജയിച്ച ശേഷമാണ് കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. യെശയ്യാ പ്രവാചകൻ വെടിപ്പുള്ള നോമ്പ് ഇതാകുന്നു, അതുപോലെ അതിന്റെ നടപടികൾ എങ്ങനെ പാലിക്കണമെന്ന് നമ്മോട് പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. അന്യായത്തിന്റെ ബന്ധനങ്ങളെ നിന്റെ ഹൃദയത്തിൽ നിന്നും അഴിച്ചു കളയുകയും വഞ്ചനയുടെ കെട്ടുകളെ നിന്റെ ഉള്ളിൽ നിന്നും ഛേദിച്ചു കളയുകയും ദരിദ്രന്മാർക്ക് നിന്റെ അപ്പത്തെ ഭാഗിച്ചു കൊടുക്കുകയും പരദേശികളെ നിന്റെ ഭവനത്തിൽ ചേർത്തുകൊള്ളുകയും വേണമെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ മനസ്സുകളെയും ചിന്തകളെയും ഒക്കെ വെടിപ്പാക്കി മറ്റുള്ളവരെ കൂടെ കരുതുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുവാനായിട്ടാണ് യെശയ്യാ പ്രവാചകൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ബുധൻ സന്ധ്യയുടെ പ്രാർത്ഥനാക്രമത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഒരുവൻ അപ്പം വെടിഞ്ഞ് ഉപവസിക്കുകയും വചനം കൊണ്ട് പാപം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ എന്ത് പ്രയോജനം? എന്തെന്നാൽ അത് അവൻ പണി നടത്തിയിട്ട് ഇടിച്ചു കളയുകയും കൂലി നഷ്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിന് തുല്യമാണ്. ഉപവസിക്കുകയും നീതീകരണം പ്രാപിക്കുകയും ചെയ്തിട്ട് സ്വയനീതിയെക്കുറിച്ച് വമ്പ് പറയുന്നുവെങ്കിൽ അവന്റെ വ്രതം വ്യർത്ഥമാവുകയും നോമ്പ് അഴിഞ്ഞു പോവുകയും സ്വീകാര്യമാകാതിരിക്കുകയും ചെയ്യും. ഭക്ഷണം മാത്രം വെടിഞ്ഞ് നോമ്പെടുത്താൽ പോരാ, നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ചിന്തകളും വിചാരങ്ങളും വായിൽ നിന്ന് വരുന്ന വാക്കുകളും എല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അനുസരണക്കേട് കാണിച്ച യോന തൻ്റെ ഉപവാസത്താലും പ്രാർത്ഥനയാലും നിനിവയിലെ ജനങ്ങളെ വീണ്ടെടുത്തതിൽ നിന്നും പശ്ചാത്താപവും ഉപവാസവും ഒക്കെ ദൈവത്തിങ്കിലേക്ക് വീണ്ടും നമ്മളെ അടുപ്പിക്കുന്നതിന് കാരണമായി മാറും. ദീർഘദർശിയായ മോശ തൻ്റെ നോമ്പാൽ ഇസ്രായേൽ ജനത്തിന് പലകകളെ കൈക്കൊണ്ടു. ഏലിയ ദീർഘദർശി മേൽപോട്ട് എടുക്കപ്പെട്ടു. ദാനിയേൽ സിംഹങ്ങളെ ജയിച്ചു. അതുപോലെ മോക്ഷം നേടുവാനായിട്ട് നമ്മളും വെടിപ്പോടെ നോമ്പ് നോൽക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 29ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയുടെ മുൻകുറികളായി കരുതാവുന്ന പഴയ നിയമകാലത്ത് നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുക. വിശുദ്ധ കുർബാനയുടെ മുൻകുറികൾ ഏദനിലെ കനി, ഹാബേലിന്റെ കാഴ്ച, മൽക്കീസദേക്കിന്റെ കാഴ്ച, കരുവേലകത്തിൽ അബ്രഹാം കണ്ട കുഞ്ഞാട്, ഇസ്രയേൽക്കാർക്ക് മരുഭൂമിയിൽ ലഭിച്ച മന്ന, ദാവീദ് ഭക്ഷിച്ച കാഴ്ചയപ്പം, ഏലിയാവിന് കാക്ക നൽകിയ അപ്പം, കർമേൽ മലയിലെ ബലി, യെശയ്യാവിന്റെ നാവിനെ ശുദ്ധീകരിച്ച തീക്കനൽ. ഇത്രയുമാണ് ഈ ഒരു പോയിന്റിന്റെ അടിയിൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഓരോ പോയിന്റിനെയും കുറിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പറിന്റെ ഉത്തരങ്ങൾ. എല്ലാവർക്കും ആൻസേഴ്സ് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും നന്നായി അടുത്ത പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.